ഈ വാക്യത്തിന്റെ അർത്ഥം അതായത് യേശുവിനെ ഉയർപ്പിച്ചിരിക്കുന്നു, സ്വർഗാരോഹണം ചെയ്യിച്ചിരിക്കുന്നു, പുരോഹിതനാക്കിയിരിക്കുന്നു, നാളെ രാജാവാക്കും. ഇതിനൊക്കെയാണ് ഈ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്നും തിരിച്ചറിയാതെ ആളുകള് ഞാൻ ഇന്നിനെ ജനിപ്പിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ അവിടെ ഒരു ഈറ്റില്ലം ഉണ്ടായി, അവിടെ ഒരു പ്രസവം നടന്നു എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പൊ യേശുവിന് ജനനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവരങ്ങ് സന്തോഷിക്കുക. യേശു നമുക്ക് തുല്യം, നമ്മളെപ്പോലെയാണ് ആ യേശു എന്ന് പറഞ്ഞങ്ങ് ദൈവത്തെ കൊച്ചാക്കുന്നതിന് വലിയ സന്തോഷമാണ് ചില ആളുകൾക്ക്. അപ്പൊ ജനിച്ചു എന്നുള്ള ഈ മലയാള ഭാഷയുടെ എബ്രായ ഭാഷയിലെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? വാഴിച്ചിരിക്കുന്നു. നീ എന്റെ പുത്രൻ, അല്ലെങ്കിൽ ഞാൻ എന്റെ വിശുദ്ധ പ്രബോധമായ ശിവൻ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാന് സ്വർഗത്തിൽ മഹാപുരോഹിതനായി വാഴിച്ചിരിക്കുന്നു. ഞാന് ഉയർത്തെഴുന്നേൽപ്പിച്ച് വലത്തുഭാഗത്ത് വാഴിച്ചിരിക്കുന്നു. ഞാന് യോസേപ്പിന്റെ കല്ലറയിൽ നിന്ന് അവനെ ഉയർപ്പിച്ച് അവനെ വാഴിച്ചിരിക്കുന്നു. അപ്പോ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, വാഴിച്ചിരിക്കുന്നു, അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജനിപ്പിച്ചിരിക്കുന്നു